കൊച്ചിൻ ഷിപ്പ്യാർഡ് വീണുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് മാത്രമല്ല, ഇന്ത്യൻ മാർക്കറ്റ് തന്നെ നല്ലൊരു ഹ്യൂജ് ഫോള് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് നല്ല പേടിയുണ്ട്. ഇതിലിപ്പം ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും? അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ മാർക്കറ്റ് നല്ല ഡൗൺ ആക്കിയിരിക്കില്ല, എന്നാൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിനെപ്പറ്റിയായിരിക്കും നമ്മളൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് മീ ആനന്ദ് ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. വെൽ, കൊച്ചിൻ ഷിപ്പ്യാർഡ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇതിനൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ കുറേ ടെക്നിക്കൽ ടേംസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, വളരെ മിനിമലായിട്ട് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അത് മാത്രമല്ല, ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷൻ എത്തിച്ചേരും. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത അവസ്ഥ എന്താണ്, എന്തായിരിക്കാം ഇതിൻ്റെ ബാക്കി കാര്യം എന്നുള്ളതായിരിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിങ്ങൾക്ക് കാണുന്ന പോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് തന്നെ അറിയാം, ഈ ഷിപ്പ് ബിൽഡിംഗ് മേഖലയിലുള്ള ഒരു കമ്പനി തന്നെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഈ ഒരു കമ്പനി റീസെന്റ് ആയിട്ട് നല്ലൊരു ഹ്യൂജ് ഫോള് തന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇതിന്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 2979 അതായത് ഓൾമോസ്റ്റ് 3000 അടുത്തുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ അത് ഇപ്പോൾ നിൽക്കുന്നത് 1349.80 ആസ് ഓഫ് 13th November 2024. റൈറ്റ്, അപ്പം ഇത് നല്ലൊരു ഫോള് വന്നിരിക്കുകയാണ്. എന്താണ് ഈ ഒരു സെക്ടറിനെ തന്നെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിന് തൊട്ട് മുമ്പായിട്ട് മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷ് ആയിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓരോ ദിവസം പുതിയ ഓൾ ടൈം ഹൈ ജനറേറ്റ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചു, എല്ലാവരും സന്തോഷിച്ചു ഭയങ്കരമായിട്ട്. എന്നാൽ ഈ ഒരു ഫോൾ വന്നപ്പോൾ പേടിക്കാൻ തുടങ്ങിയേക്കുകയാണ്. ഈ ഒരു ഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഒരു ജൂലൈ 2024 തൊട്ട് നല്ലൊരു ഫോള് തന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഓൾറൈറ്റ്, അപ്പോൾ ഇതിൽ വാങ്ങിച്ചിട്ടുള്ളവർ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതില്ല, ഇനി ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ നിൽക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? ഇത് ഫണ്ടമെന്റലിയും ടെക്നിക്കലിയും നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. സി ഹിയർ, ഇവിടെ നമുക്ക് ടോട്ടൽ ടേൺ ഓവർ റേഷ്യോ, അതായത് റിസീവ് ചെയ്തിട്ടുള്ള ടേൺ ഓവർ റേഷ്യോ ആണ് ഇത് കൺസിഡർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ റേഷ്യോ നോക്കിയപ്പോഴത്തേക്ക് അത് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ കറന്റ് റേഷ്യോ, ഇപ്പോഴത്തെ റേഷ്യോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാലും അതും കുഴപ്പമില്ല. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഓൾമോസ്റ്റ് 0.1 ആണ്. ഈ ഒരു രീതിയിലെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് ഓക്കെ ആണ്, വേറെ പ്രശ്നം ഈ ഒരു കമ്പനിക്ക് നമ്മൾ കാണുന്നില്ല. PAT അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്ന 20.82% അത്യാവശ്യമുണ്ട്. അത് മാത്രമല്ല, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ, ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ തിരിച്ച് അവർക്ക് കിട്ടിയ പൈസ എത്രയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 21.58% ഇതിനകത്ത് കറന്റ്ലി കാണുന്നത്. ബട്ട് ഇതിനകത്തൊരു കാര്യമുണ്ട്, പ്രൈസ് ടു ഏണിംഗ് അതായത് PE റേഷ്യോ 41.4% നമ്മൾ കാണുന്നത് റീസെന്റ് ആയിട്ട്. വെൽ, ഒരു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 20 to 25 എന്നൊക്കെ പറയുന്ന PE റേഷ്യോ സൂപ്പർബാണ്, നല്ല ഇതാണ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് വരേണ്ടത്. പക്ഷെ എന്നാൽ ഇത് ഡബിൾ ഉണ്ട്. അപ്പോൾ ഇത് പ്രശ്നമാണോ അല്ലെ? ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ വെൽ, ബാക്കിയുള്ള ഈ ഒരു സെക്ടറിലുള്ള ബാക്കിയുള്ള മിക്ക സ്റ്റോക്കുകളെ ഇത് നന്നായിട്ട് തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ മസഗോൺ ഡോഗ്, ദെൻ GRSC, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ്സ്, ഇതെല്ലാം നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ബട്ട് എന്നാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് 44.4%. അപ്പോൾ PE റേഷ്യോ കണ്ടോ, ഈ സെക്ടറിലുള്ള ബാക്കി എല്ലാത്തിനും 45, 42, 41, 44 ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു PE റേഷ്യോ ഇതിനെ അഫക്റ്റ് ചെയ്യുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നോർമലാണ്. ഈ ഒരു സെക്ടറിൽ ഇത് നോർമലാണ്, വലിയ കുഴപ്പമൊന്നും ഇല്ല ഇത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇത് റീസെന്റ് വന്നിട്ടുണ്ടായിരുന്ന ഫോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഈ റീസെന്റ് ആയിട്ടുള്ള പാർലമെന്റ് സെഷനിൽ ബഡ്ജറ്റിൽ ഡിഫൻസ് സെക്ടേഴ്സിൽ ഭയങ്കരമായിട്ട് ഇവര് ലൈക്ക് ഫണ്ട് അലോക്കേഷൻ ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിസിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് മാത്രമല്ല, മസഗോണും GRSCയും ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് എന്നൊക്കെ പറയുന്നത് ഇവരെല്ലാവരും വീണിട്ടുള്ളത് നല്ലൊരു ഹ്യൂജ് ഫോളാണ് വീണിട്ടുള്ളത്. ഓൾമോസ്റ്റ് മസഗോൺ എന്നൊക്കെ പറഞ്ഞാൽ 5000 മുകളിൽ നിന്നിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത് 3000 റേഞ്ചിലാണ് നിൽക്കുന്നത്. സോ അത്രയും ഒരു വലിയൊരു ഫോൾ ആണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു സെക്ടറെ ഡൗൺ ആയി നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ മാർക്കറ്റിനുള്ള പ്രശ്നമില്ല, ആ ഒരു പർട്ടിക്കുലർ ഷെയറിന്റെ പ്രശ്നമാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എസ്പെഷ്യലി കൊച്ചിൻ ഷിപ്പ്യാർഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത് ഡിഫൻസ് സെക്ടേഴ്സിലും ഉണ്ട്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കിലും ഉണ്ട്. സോ ഇപ്പൊ നമുക്കറിയാം INS വിക്രാന്ത് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. ഇതുപോലെ എല്ലാം നല്ല ഒരു പോസിറ്റീവ് രീതി തന്നെയാണ് ഉള്ളത്. ബട്ട് എന്നാൽ ഈ ഒരു പാർലമെന്റിൽ
ബഡ്ജറ്റ് വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് അലൊക്കേഷൻ കുറഞ്ഞതിൻ്റെ ബേസിസിലാണ് ഈ ഒരു സെക്ടർ തന്നെ ഫോൾ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ പേടിക്കേണ്ടതായിട്ടില്ല. മെയിൻലി ഇപ്പം എൻ്റെ ഒരു വ്യൂവിൽ മസഗോണിലെ GRSCയിലെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ഈ പറയുന്ന സ്റ്റോക്കുകളൊക്കെ വീണ് കഴിഞ്ഞാലും കൊച്ചിൻ ഷിപ്പ്യാർഡ് അത്രയും വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല റീസൺലി. കാരണം ഒന്ന് ഈ ഒരു ഡൊമസ്റ്റിക് സൈഡിലൂടെ ഇവർക്കുണ്ട് എന്നുള്ളത് കൂടെ വെൻ കമ്പയർഡ് ടു അതേഴ്സ് മസഗോണും GRSCയും ഹിന്ദുസ്ഥാനും വെച്ച് നോക്കുമ്പോൾ ഇതിനുണ്ട് എന്നുള്ളൊരു കൺഫർമേഷൻ കൊണ്ട് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പം എന്തുകൊണ്ട് മറ്റേതൊക്കെ വീണപ്പോഴത്തേക്ക് ഇതും വീണു, ഇതിന് ഡൊമസ്റ്റിക് ഇല്ല, എന്നാൽ ഇത് പിടിച്ചു നിർത്തിക്കൂടെ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യം തന്നെ, നല്ലൊരു കാര്യം തന്നെ. പക്ഷേ എന്നാൽ ലെറ്റ്സ് സേ ഫിയർ ഈ ഒരു ഫിയർ കാരണം സെക്ടേഴ്സ് വീഴുന്നു. ഇപ്പൊ ഫിയർ കാരണം ആൾക്കാർ കൂടുതൽ സെൽ ഓഫ് ചെയ്യുമല്ലോ, അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമുക്ക് ഫണ്ടമെന്റലി കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയെ തന്നെ നമ്മളിപ്പം സെപ്പറേറ്റ് ചെയ്ത് 2-3 സ്റ്റോക്കുകൾ, ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡും മസഗോണും GRSC ഹിന്ദുസ്ഥാനുമായിട്ട് നമ്മളിത് കവർ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ടെക്നിക്കലി എടുത്ത് നോക്കുകയാണെങ്കിൽ റീസൺലി നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ആംഗുലർ റെസിസ്റ്റൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു സപ്പോർട്ടിനെ അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനി ഫോൾ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 1170 1190 വരെ, ഇല്ലെങ്കിൽ ഒരു 1000 താഴെ വരെ ഇത് പോകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നുള്ളത്. സോ ഇപ്പോൾ വാങ്ങിക്കാൻ ബെസ്റ്റ് ടൈം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി ഞാൻ പറയും ഫണ്ടമെന്റലി നമുക്ക് പറയാൻ പറ്റും ഇതിപ്പോൾ ഓവർ വാല്യൂഡ് അല്ല, എന്നാൽ അണ്ടർ വാല്യൂഡ് അല്ല, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓക്കെ ഫൈൻ റേഞ്ചിലാണ്. പക്ഷേ ആസ് എ ടെക്നിക്കൽ അനലിസ്റ്റ്, ഞാനൊരു ടെക്നിക്കൽ അനലിസ്റ്റ് ആണ്, ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫണ്ടമെന്റൽ അനാലിസിസുകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ പറയുക, ഞാനത് വാലിഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാനൊരു ഫണ്ടമെന്റൽ അനലിസ്റ്റ് അല്ല. ഞാൻ നമ്മളുടെ ടീമിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് അവരുമായിട്ട് സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഫൈനലി ചെയ്തൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ദെൻ ടെക്നിക്കലി ഐ എം എ ടെക്നിക്കൽ അനലിസ്റ്റ്. ടെക്നിക്കലി ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നിൽക്കുവാണ്. റൈറ്റ് നൗ ഇതൊരു നല്ല ടൈമാണോ വാങ്ങിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ, അതായത് ആസ് ഓഫ് 6:12 PM 30th November 2024 വാങ്ങിക്കാൻ പറ്റിയ അവസ്ഥയല്ല. ഇനി അത് താഴത്തേക്ക് വരാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. എപ്പോഴാണ് ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകുന്നത്, ആ ഒരു ടൈമിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ്. അത് ഇനിയും താഴത്തേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. സോ നിങ്ങൾ ഇനി വേറൊരു ചോദ്യം, ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നോ. ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ്ലി, ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ 30%, 20%, 10%, 40%. ഇച്ചിരി എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു 50% ലോസ് നിൽക്കുക എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും റിസ്കിനെ മാനേജ് ചെയ്യുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ റിസ്ക് ഓക്കെ ഫൈൻ, ഞാനിതൊരു അൾട്രാ ലോങ് ടൈം, അതായത് ഒരു 5 വർഷത്തിന് മുകളിലേക്കാണ് ഞാനിത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് അത്ര മതി, ഡൺ വിത്ത് ദാറ്റ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഹെഡ്ജ് ചെയ്യാനായിട്ട് പഠിക്കണം. ഹെഡ്ജ് ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ ഹെഡ്ജ് ചെയ്യാനായിട്ട് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നമുക്ക് ഡെറിവേറ്റീവ്സ് ഉള്ള സ്റ്റോക്കുകളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതൊരു അൾട്രാ ലോങ് ടൈമിലേക്ക് നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ബിലീവ് അൾട്രാ ലോങ് ടൈമിലേക്ക് ഇത് നല്ലതായിരിക്കും. ഈ ഒരു സെക്ടേഴ്സ് അത്യാവശ്യം നല്ല റിസൾട്ട് തരും ഈ ഒരു രീതിയിൽ പോകുമ്പം. ഐ ബിലീവ് ഇത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് നല്ല റിസൾട്ട് തരുമെന്നുള്ളത്. അൾട്രാ ലോങ് ടൈമും അൾട്രാ ലോങ് ടൈമും രണ്ടാണ്. 5 വർഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അൾട്രാ ലോങ് ടൈം എന്ന് പറയുന്നത്. 1 വർഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടൈം എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് 1 വർഷം കൊണ്ട് ഒറ്റയടിക്ക് ഇനി ഇത് നേരത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഫൈനലി കൺക്ലൂഡിങ്, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നോ. നിങ്ങൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കറന്റ് ഫോൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വന്നിട്ടുള്ള ലോസിനെ ടാലി ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇല്ലെങ്കിൽ കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓക്കെ ഒരു 2 വർഷം 3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തേക്ക് എനിക്കിത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളൊരു വ്യൂവിലാണെങ്കിൽ നമുക്കത് വെക്കാം. അല്ലാത്ത പക്ഷം 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് റിട്ടേൺ എടുക്കണമെന്നാണെങ്കിൽ എന്നൊരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തേണ്ടതായിട്ട് വരുന്നു അവിടെ. ഓൾറൈറ്റ്, ദിസ് ഈസ് മൈ വ്യൂ. ഇത് എൻ്റെ ഒരു വ്യൂ മാത്രമാണ്. ഞാനെന്നൊരു വ്യക്തി ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എന്ത് ചെയ്യുമെന്നും, അതുമാത്രമല്ല ഞാനെന്നൊരു വ്യക്തി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പല ലെവൽസുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ചിന്താഗതിയും ഞാൻ എന്തായിരിക്കാം ചെയ്യാൻ പോകുന്നത് എന്നൊരു വ്യൂ മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ് തിരുത്തുക. നമ്മളത് എന്തെങ്കിലും മിസ്റ്റേക്ക് അത് വാലിഡ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരുത്തി റിപ്ലൈ തന്ന് തീർച്ചയായിട്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്.